ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഡെയിലി ബൂസ്റ്ററിൻ്റെ 55ാമത്തെ ദിവസമാണിന്ന്. 122/22 എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ മെയിൻസിൻ്റെ എക്സൈസ് ഇൻസ്പെക്ടറുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആസ് യൂഷ്വൽ നമ്മുടെ ഇംഗ്ലീഷിലേക്ക് തന്നെ നമുക്ക് പോകാം. നോക്കിക്കേ, ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഷീജ ആൻഡ് രവി ആർ വെരി ഗുഡ് ഫ്രണ്ട്സ്. കംപ്ലീറ്റ് ദ സെന്റൻസ് വിത്ത് പ്രോപ്പർ ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. എപ്പോഴും നമുക്കറിയാം ക്വസ്റ്റ്യൻ ടാഗ്, അതേപോലെ തന്നെ റിപ്പോർട്ടഡ് സ്പീച്ച്, ഇതൊക്കെ ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ ഇഫ് ക്ലോസ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കണം വരേണ്ടത്? ഷീജ ആൻഡ് രവി രണ്ടുപേരുടെ കാര്യം പറയുന്നുണ്ട്. ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? ആറാണല്ലേ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ നോക്കേണ്ട കാര്യമാണ്, ഇതെന്താണ്? ക്വസ്റ്റ്യൻ ഇവിടെ പോസിറ്റീവ് ആണ്. സോ ടാഗ് എന്തായിരിക്കണം? ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. സോ ടാഗ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പോസിറ്റീവ് ഉള്ളത് കട്ട് ചെയ്യാം. ആറിൻ്റെ ദയർ, ആറിൻ്റെ ദം എന്നൊന്നും പറയാറില്ല. നമ്മൾ എന്താണ് നോർമലി പറയുന്നത്? ആറിൻ്റെ ദെയ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? അപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് ടാഗ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? സെന്റൻസ് പോസിറ്റീവ് ആയാൽ ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ആർ നോട്ട് എന്ന് പറയില്ല, അതും കൂടി ഒന്ന് ഓർത്തിരിക്കണേ. ആറിൻ്റെ ആണ് വരുന്നത്. ആർ പ്ലസ് നോട്ട് എന്ന് പറയുന്നത് എന്താണ്? ആറിൻ്റെ എന്നാണ് നമ്മൾ നോർമലി പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. My friends is fortunate dash winning a lottery worth 1 crore rupees. അല്ലേ? എന്താണ് ഫോർച്ചുനേറ്റ് എന്ന് പറഞ്ഞാൽ ഭാഗ്യശാലി എന്നൊക്കെ പറയത്തില്ലേ? അത് തന്നെയാണ്. അപ്പൊ ഇവിടെ എന്താണ് ഇവിടെ പറയേണ്ടത്? മൈ ഫ്രണ്ട് ഈസ് ഫോർച്ചുനേറ്റ് എന്തിന്? ഇൻ വിന്നിങ് എ ലോട്ടറി വർത്ത് 1 crore rupees എന്നാണ് വരേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി യൂസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ മെയിൻ ആയിട്ട് ലോങ് പീരീഡ് ഓഫ് ടൈമിനേക്ക് നമ്മൾ എന്താണ് ഇന്ന് ഉപയോഗിക്കും? ഇൻ ദ ഈവനിങ്, ഇൻ ദ മോർണിംഗ് എന്നൊക്കെ നമ്മൾ പറയില്ലേ? സെയിം തന്നെ. പിന്നെ എന്താണ്? നമ്മളിപ്പോ എന്തെങ്കിലും ക്യാഷ് മുഖേനയുള്ള പണമിടപാടൊക്കെ ഇല്ലേ? അപ്പൊ എന്താണ്? ഐ വിൽ പേ ഇൻ ക്യാഷ്. അല്ല, അങ്ങനെയൊക്കെ പേ ഇൻ ക്യാഷ് എന്ന് പറയും. അതേപോലെ അവിടെയും ഇന്നാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ എന്താണ്? നമ്മുടെ ഫീലിങ്സ്, അതേപോലെ നമ്മുടെ ബിലീവ്സ്, നമ്മുടെ ഇൻട്രസ്റ്റ്, അതെല്ലാം നമ്മൾ ഇന്നിലാണ് യൂസ് ചെയ്യുന്നത്. ഡു യു ബിലീവ് ഇൻ ഡെസ്റ്റിനി? അല്ലെ, നിനക്ക് എന്താണ് വിധിയിൽ വിശ്വാസം ഉണ്ടോ എന്നൊക്കെ ചോദിക്കില്ലേ? അങ്ങനത്തെ ബിലീവ്സ്, അതേപോലെ ഫീലിങ്സ്, ഇൻട്രസ്റ്റ്, ഇതെല്ലാം നമ്മൾ ഇന്നിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇഫ് വി ഹാഡ് ഫോളോഡ്, ഇവിടെ എന്താണ്? ഇഫ് ക്ലോസ് ആണ് വന്നിരിക്കുന്നത്. ഹാഡ് V3 ആണ്. ഹാഡ് V3 ആണെങ്കിൽ എന്ത് വേണം? മെയിൻ ക്ലോസ് വരുമ്പോഴേക്കും വുഡ് ഹാവ്, അല്ലെങ്കിൽ ഷുഡ് ഹാവ്, അല്ലെങ്കിൽ എന്താണ്? കുഡ് ഹാവ്. അല്ലെ, നമ്മൾ എന്താ പറയുന്നത്? സബ്ജക്റ്റ് കുഡ്, വുഡ്, അല്ലെങ്കിൽ എന്താ? മൈറ്റ്, അല്ലെങ്കിൽ വുഡ് പ്ലസ് ഹാവ് V3 ആണ് വേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ എന്താണ് വരേണ്ടത്? വുഡ് ഹാവ് ആണ് വരേണ്ടത്. അല്ലെ, അപ്പൊ ഇവിടെ വുഡ് ഹാവ് ആണ് എല്ലാ ഫോർമാറ്റ് വന്നിരിക്കുന്നത്. വുഡ് ഹാവ് നമ്മുടെ നോർമൽ V3 ആണ് വേണ്ടത്. അപ്പൊ ഇവിടെ ഏതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്? വുഡ് ഹാവ് ഡിക്രീസ്ഡ്. അല്ലെ, ഓപ്ഷൻ ബി ആണ്. വുഡ് ഹാവ് ബീൻ എന്ന് വേണ്ട. ഇവിടെ എന്താണ്? ഡിക്രീസ് എന്നാണ്. V3 ഫോം അല്ല തന്നിരിക്കുന്നത്. വുഡ് ഹാവ് ബി ഡിക്രീസ്ഡ്, ഇതുമല്ല. എന്താണ്? സിമ്പിൾ ആയിട്ട് വുഡ് ഹാവ് V3 ആണ് വേണ്ടത്. വുഡ് ഹാവ് ഡിക്രീസ്ഡ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് വേണ്ടത്. അപ്പൊ ഇഫ് ക്ലോസ് നിങ്ങൾ നല്ല രീതിക്ക് പഠിച്ചു വെക്കുക. ഇഫ് ക്ലോസിൽ നിന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ, ഒരു മാർക്ക് എന്താ നമുക്ക് ഉറപ്പിക്കാവുന്ന സെക്ഷനാണ്. അല്ല, ഇത്രയും ഇപ്പൊ നിങ്ങൾ ഈ 55 ദിവസമായിട്ട് ഇപ്പൊ ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലായി. 55 ക്വസ്റ്റ്യൻസിൽ ഇഫ് ക്ലോസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്ന ഒരു 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രമാണ് നമ്മൾ ഇഫ് ക്ലോസ് എന്ന് പറയുന്ന ഒരു സെന്റൻസ് കാണാത്തത്. അപ്പൊ എന്ത് ചെയ്യുക? നല്ല രീതിക്ക് ഇഫ് ക്ലോസ് നന്നായിട്ട് പഠിച്ചു വെക്കുക. ആ ഒരു മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്? കളയരുത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സുകളിലൊക്കെ അതിന്റെ റൂൾസ് ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. എളുപ്പവഴി എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നും എങ്ങനെ എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്താന്നുള്ളതൊക്കെ. നെക്സ്റ്റ് നോക്കാം. Rahuf had worked for 1 year in Bangalore ബിഫോർ ഹി ഡാഷ് ഹിയർ. അതായത് രണ്ട് കാര്യങ്ങളാണ് അല്ലേ പറയുന്നത്. ഇവിടെ നമുക്കറിയാം പണ്ട് നടന്ന രണ്ട് കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ ആദ്യം പൂർത്തിയായ കാര്യം നമ്മൾ എന്തിൽ പറയണം? പാസ്റ്റ് പെർഫെക്റ്റിൽ പറയണം. അല്ലേ, ഹാഡ് വർക്ക്ഡ്. കണ്ട, ഇതാണ് ആദ്യം നടന്ന കാര്യം. എന്താണ് പറയുന്നത്? അവൻ ബാംഗ്ലൂർ വരുന്നതിന് മുമ്പ് എന്ത് ചെയ്തിരുന്നു? അവിടെ എന്താണ്? 1 വർഷം വർക്ക് ചെയ്തിരുന്നു എന്നല്ലേ? അല്ല, 1 വർഷം വർക്ക് ചെയ്തിരുന്നു എന്നുള്ളത്. ബാംഗ്ലൂർ വരുന്നതിന് മുമ്പ് അവൻ 1 വർഷം എന്ത് ചെയ്തു? വർക്ക് ചെയ്തിരുന്നു. അപ്പൊ ഇവിടെ എന്ത് വേണം? അപ്പൊ ആദ്യം നടന്ന കാര്യം എന്തിലാണ് പറയേണ്ടത്? പാസ്റ്റ് പെർഫെക്റ്റിൽ വേണം നമ്മൾ പറയാനായിട്ട്. സോ ഇവിടെ ഹാഡ് വർക്ക്ഡ് വരാം. ഫോർ 1 year in ബാംഗ്ലൂർ ബിഫോർ. അവിടെ എന്താണ്? അതിനുശേഷം, അതായത് ആദ്യം നടന്ന കാര്യം എന്ത് വേണം? സിമ്പിൾ പാസ്റ്റിൽ. രണ്ടാമത് നടന്ന കാര്യം സിമ്പിൾ പാസ്റ്റിൽ വേണം. അല്ലെ, രണ്ടാമത് നടന്ന കാര്യമല്ലേ അവൻ അവിടെ എത്തുക എന്നുള്ളത്. അതായത് അവൻ അവിടെ എത്തുന്നതിന് മുമ്പ് അവൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അവിടെ 1 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ആദ്യം നടന്ന കാര്യം. അതിന് പാസ്റ്റ് പെർഫെക്റ്റില്. രണ്ടാമത് നടന്ന കാര്യത്തെ സിമ്പിൾ പാസ്റ്റിൽ പറയണം. സോ ഇവിടുത്തെ ആൻസർ കെയിം ആണ് വരേണ്ടത്. കെയിം. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ സെന്റൻസ് ഈസ് എ മിസ്റ്റേക്ക്? ഇവിടെ ഏതിനാണ് മിസ്റ്റേക്ക് ഉള്ളതെന്നാണ് ചോദിക്കുന്നത്. നോക്കിക്കേ. വുഡ് ഹാവ് ലുക്ക്ഡ് ലൈക്ക് മീ വേർ we have applying. I was mistaken. I will let you see a proof of it. എന്താണ് ഇവിടെ പറയേണ്ടത്? ഇവിടെ തെറ്റായിട്ട് വരേണ്ടത് where we have applying എന്നാണ്.
ഇതാണ് നമ്മുടെ തെറ്റ്. അതായത് അവിടെ പറയേണ്ടത് നമ്മൾ നോർമലി നമ്മൾ പറയുമ്പോൾ ഹാവ് V3 ആണ് പറയേണ്ടത്. ഓക്കെ, അപ്പൊ അപ്ലൈ അല്ലെ, ഹാവ് V3 വേണം. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വി ഹാവ് അപ്ലൈയിങ് എന്നുള്ളതാണ്. ING ഫോം ആണ് അല്ലേ വന്നിരിക്കുന്നത്, അത് വരില്ല. ING ഫോം വന്നെങ്കിൽ അതിവിടെ എന്തായിരിക്കണം? ഹാവ് ബീൻ എന്നും കൂടി വേണം. ഹാവ് ബീൻ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ വെർബിന്റെ ING ഫോം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും, വെർബിന്റെ ING ഫോം. ഓക്കെ, അപ്പൊ ഇവിടെ ഒന്നുകിൽ ഹാവ് V3 വേണം, അല്ലെങ്കിൽ എന്താണ് ഹാവ് ബീൻ വെർബ് ING ഫോം വേണം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് നമുക്ക്, അപ്പൊ ഇവിടെ ശരിക്കും ഒന്നുകിൽ പറയേണ്ടത് എന്താണ്? വേർ വി ഹാവ് അപ്ലൈഡ് അല്ലെ, V3 ഫോം എന്ന് പറയുമ്പോൾ അപ്ലൈഡ് വരാം, അല്ലെങ്കിൽ എന്ത് വരാം? വേർ വി ഹാവ് ബീൻ അപ്ലൈയിങ് എന്ന് വരാം. വി ഹാവ് അപ്ലൈയിങ് എന്ന് വരില്ല. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഈസ് റോങ്ലി സ്പെൽഡ്? സ്പെല്ലിംഗ് തെറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ബ്രൂട്ടൽ, അതേപോലെ ഇവിടെ ഏതാണ്? ഇന്ററപ്റ്റഡ് ആണ് തെറ്റ് വരേണ്ടത്. ഇന്ററപ്റ്റഡ്, ഇതിന്റെ സ്പെല്ലിംഗ് എന്താണ് വരേണ്ടത്? ഇന്ററപ്റ്റ് എന്ന് പറയുന്ന INTERR എന്താണ്? UPT ആണ്. ഈ അല്ല, ഇവിടെ എന്താണ്? INTERRUPT ആണ് ഇന്ററപ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ യു ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇന്ററപ്റ്റിന്റെ സ്പെല്ലിംഗ് എന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, സെലക്ട് ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ്. അപ്പൊ ആദ്യം ചോദിച്ചു തെറ്റ് ചോദിച്ചു, രണ്ടാമത്തെ എന്താണ്? കറക്റ്റ് ചോദിച്ചു. ഇവിടെ ഇത് എന്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത് ഓപ്ഷൻ D ആണ്. അതൊന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. എങ്ങനെയാണ് ഇത് പഠിക്കാൻ എളുപ്പമാണ്. നെവർ ദ ലെസ്, ഇങ്ങനെ പഠിച്ചാൽ മതി. നെവത്ത് ലെസ് എന്ന് പറയുമ്പോൾ എന്താ? നെവർ ഉണ്ട്, ദ ഉണ്ട്, ലെസ് ഉണ്ട്. സ്പ്ലിറ്റ് ചെയ്ത് പഠിച്ചാൽ അത് എളുപ്പമാണ്. ഓക്കെ, അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. നെവർ ദ ലെസ് ആണ് സ്പെല്ലിങ്. കണ്ടോ ഇവിടെ എന്താണ്? നെവറിന്റെ കണ്ടോ ഇവിടെ ദ ഇല്ല. ഉണ്ടോ ഇവിടെ എന്താണ്? നെവർ A ആണ് തന്നിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാ? നെവർ ദ ലെസ് എന്നുള്ളത് തന്നെ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചാൽ മതി. നെക്സ്റ്റ് നോക്കാം. ചൂസ് എ വേർഡ് വിച്ച് ബെസ്റ്റ് എക്സ്പ്രസസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ടെറിബിൾ. ടെറിബിളിന്റെ കറക്റ്റ് മീനിങ് വരേണ്ടത് ഏതാണ്? ടെറിബിൾ എന്ന് പറയുമ്പോൾ എന്ത് വരും? ഡ്രെഡ്ഫുൾ ആണ്. ഡ്രെഡ്ഫുൾ, ടെറിബിൾ ഡ്രെഡ്ഫുൾ ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. വൺ ഹു ഡീൽസ് ഇൻ ക്ലോത്ത്സ് ആൻഡ് ക്ലോത്ത് ഗുഡ്സ്, അതായത് വസ്ത്രവ്യാപാരി എന്ന് പറയത്തില്ലേ, അതിനെയാണ്, അതിന് പറയുന്ന പേരാണ് എന്ത്? ഡ്രേപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലോത്തും ക്ലോത്ത് ഗുഡ്സ് ഒക്കെ ആയിട്ട്, അതായത് എന്താണ്? ക്ലോത്ത്, തുണിത്തരങ്ങളുമായിട്ടൊക്കെ ഡീൽ ചെയ്യുന്ന ആളെ പറയുന്ന പേരാണ് എന്ത്? ഡ്രേപ്പർ എന്ന് പറയുന്നത്. The idiom pull yourself together means pull yourself together എന്ന് പറഞ്ഞാൽ എന്താണ്? To calm down. എന്താണ്? To calm down. Pull yourself together, to calm down. The idiom എന്താണ്? Pull yourself together എന്ന് പറയുമ്പോൾ എന്താണ്? To calm down ആണ് അതിന്റെ കറക്റ്റ് മീനിങ് എന്ന് പറയുന്നത്. പഠിച്ചു വെക്കണം. Pull yourself together, to calm down ആണ്. നെക്സ്റ്റ് നമ്മുടെ മലയാളമാണ്. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? അംഗവും കാണാം താളിയും ഒടിക്കാം എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്ത്? അംഗവും കാണാം താളിയും ഒടിക്കാം എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ ഇവിടെ ഏതായിരിക്കും? രണ്ട് കാര്യം ഒറ്റ പ്രവൃത്തി കൊണ്ട് സാധിക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അംഗവും കാണാം താളിയും ഒടിക്കുക അല്ലെ. അവിടെ പോയിട്ട് അംഗവും കാണാം എന്ത് ചെയ്യാം? അവിടുന്ന് താളിയും ഒടിച്ചെടുക്കുക. അതായത് ഒരേ സമയം തന്നെ നമ്മൾ എന്താണ്? ഒറ്റ പ്രവൃത്തി കൊണ്ട് രണ്ട് കാര്യം നമ്മുടെ നടക്കും. വിപരീത പദം എഴുതുക. എന്താണ് നോക്കിക്കേ? ഹ്രാസം. ഹ്രാസം എന്ന് പറയുമ്പോൾ വിപരീതമാണ് എന്ത്? ഹ്രസ്വം അല്ലെ. ഹ്രസ്വമുണ്ട്, ഹ്രാസ്വമുണ്ട്. അത് നിങ്ങൾ തിരിഞ്ഞു പോകരുത്. ഹ്രസ്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുത് അല്ലെ. ഹ്രസ്വമാണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ദീർഘമാണ്. ഓക്കെ, കണ്ട? ഹ്രസ്വമാണെങ്കിൽ അത് ദീർഘമാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹ്രാസമാണ്. അത് തെറ്റാണെന്ന് വിചാരിക്കരുത്. ഹ്രാസം എന്ന് പറയുന്നത് ചുരുങ്ങാത് തന്നെയാണ്. അപ്പൊ ഇവിടെ എന്താണ്? വികാസം. ഹ്രാസം ഓപ്പോസിറ്റ് വരേണ്ടത് വികാസമാണ്. സൃഷ്ടിയാണെങ്കിൽ ഓപ്പോസിറ്റ് എന്ത് വേണം? കണ്ട? സൃഷ്ടി സംഹാരമാണ്. ഹിതമാണെങ്കിൽ അഹിതമാണ്. ഹിംസയാണെങ്കിൽ അഹിംസയാണ്. ഹ്രസ്വമാണെങ്കിൽ ദീർഘമാണ്. ഹ്രാസമാണെങ്കിൽ വികാസമാണ്. സൗമ്യമാണെങ്കിൽ തീഷ്ണമാണ്. സഹിതം രഹിതം. സദയം നിർദയം. സംഭവം അസംഭവ്യം. സാഫല്യം വൈഫല്യം. ഒന്ന് പഠിച്ചു വെക്കണേ. സാഫല്യം വൈഫല്യമാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സമപ്രാധാന്യമുള്ള രണ്ട് വാക്യങ്ങളെ നടുവിൽ ചേർക്കുന്ന ചിഹ്നം ഏതാണ്? അതിനെ പറയുന്ന പേരാണ് എന്ത്? ഭിത്തിക. ഭിത്തിക എന്ന് പറയുമ്പോൾ ചിഹ്നം ഏതാണ്? ഇത് ഈ ഒരു സിംബൽ ഇല്ല, അതിനെയാണ് ഭിത്തിക എന്ന് പറയുന്നത്. എന്താണ് കാഗു? കാഗു എന്ന് പറഞ്ഞാൽ അത് ക്വസ്റ്റ്യൻ മാർക്കാണ്. എന്താണ് രോധിനി എന്ന് പറയുന്നത്? രോധിനി അല്ലെങ്കിൽ അർത്ഥവിരാമം എന്ന് പറയും, സെമി കോളൻ. ഇതിനെയാണ് നമ്മൾ രോധിനി എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് വിക്ഷേപണി? വിക്ഷേപണി അഥവാ ആശ്ചര്യ ചിഹ്നം എന്ന് പറയും, നമ്മുടെ എക്സ്ക്ലമേഷൻ മാർക്കാണ്. ഓക്കെ, വിക്ഷേപണിയുടെ മറ്റൊരു പേരാണ് എന്ത്? ആശ്ചര്യ ചിഹ്നം. രോധിനിയുടെ മറ്റൊരു പേരാണ് എന്ത്? രോധിനി. അതേപോലെ അർദ്ധവിരാമം. അർദ്ധവിരാമം.
ഓക്കെ. അതേപോലെ ഭിത്തിക, അത് ഭിത്തിക കാഗു ഓക്കെ ആണല്ലോ. അപ്പൊ ഭിത്തിക എന്ന് പറഞ്ഞാൽ എന്താ, ഭിത്തി പോലെ പണിത് വെക്കുക അല്ലെ, രണ്ട് കുത്തിട്ട് അങ്ങ് ഭിത്തി പോലെ അതിനെ സെപ്പറേറ്റ് ചെയ്തു. കാഗു എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക്, രോധിനി അത് സെമികോളൻ ആണ്, വിക്ഷേപണി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ആശ്ചര്യചിഹ്നമാണ്. വഴി പോകുന്നു, സമാന വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. വഴി പോകുന്നു എന്ന് പറയുന്നത് എന്താണ്, വഴിക്ക് പോകുന്നു എന്നുള്ളതാണ്. വഴിക്ക് പോകുന്നു, ഇതിനെയാണ് വഴി പോകുന്നു എന്ന് പറയുന്നത്. ഓക്കെ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലജ്ജയുടെ പര്യായ പദമല്ലാത്തത്, ലജ്ജയുടെ പര്യായമല്ലാത്തതാണ് ഏതാണ്? വ്രീള എന്ന് പറയുന്നത് ലജ്ജയാണ്, മന്ദാക്ഷം എന്ന് പറയുന്നത് ലജ്ജയാണ്, ത്രപ്പ എന്ന് പറയുന്നത് ലജ്ജയാണ്, അതേപോലെ നമുക്ക് എന്ത് പറയാം, നാണം, ഇതൊക്കെ ലജ്ജയാണ്. അപ്പൊ ഇവിടെ എന്താണ് അല്ലാത്തതെന്ന് പറയുന്നത് ക്രതുവാണ്. അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. നാണം അല്ലെങ്കിൽ ലജ്ജയുടെ പര്യായ പദങ്ങൾ എന്ന് പറഞ്ഞ് തന്നെ പഠിച്ചു വെക്കുക. വ്രീള, മന്ദാക്ഷം, ത്രപ, നാണം എന്നുള്ളത്. ഓക്കെ. അപ്പൊ പഠിച്ചു വെക്കണം എന്തൊക്കെയാണ് ലജ്ജ എന്ന് പറയുന്നത്, വ്രീള, ത്രപ, മന്ദാക്ഷം എന്നുള്ളതാണ്. നെക്സ്റ്റ് നോക്കാം. കോഴി എന്ന പദം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ലിംഗ വിഭാഗത്തിൽ പെടുന്നു? കോഴി, കോഴി എന്ന് പറയുമ്പോൾ അത് എന്താണ്? പുല്ലിംഗം, നപുംസകലിംഗം, സ്ത്രീലിംഗം, ഉഭയലിംഗം. ഏതാണ് കോഴി എന്ന് പറയുന്നത്? അത് ഉഭയലിംഗമാണ്. ഉഭയലിംഗമാണ് കോഴി എന്ന് പറയുന്നത്. കണ്ടോ, അതായത് സ്ത്രീ പുരുഷ ജാതികളെ ഒരുമിച്ച് കുറിക്കുന്നതിന് നമ്മൾ എന്ത് പറയും? സാമാന്യ ലിംഗം എന്ന് പറയും. അതിൽ തന്നെ രണ്ടെണ്ണമുണ്ട്, അലിംഗവുമുണ്ട്, ഉഭയലിംഗമുണ്ട്. ഇപ്പൊ നമ്മൾ സാമാന്യ ലിംഗത്തിൽ പറയുന്നതാണ് എന്ത്, നമ്മളെ മനുഷ്യര്, മൃഗങ്ങള്, വിദ്യാർത്ഥികൾ, അധ്യാപകർ എന്നൊക്കെ പറയുന്നത് സാമാന്യ ലിംഗമാണ്. അപ്പൊ ഇവിടെ പറയുന്നത് ഉഭയലിംഗമാണ്. അപ്പൊ കോഴി എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ഉഭയലിംഗമാണ്. നെക്സ്റ്റ് നോക്കാം. ശരിയായ പദം എഴുതുക. ചിലവ്, നമ്മൾ എങ്ങനെയാണ് ചിലവ് എഴുതേണ്ടത്? നമ്മൾ ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ട്. ചിലവല്ല, ചെലവാണ്. ഓക്കെ. സർവസ്വം, ഇത് ശരിയാണ്. നായകി, നായകി എന്നല്ല പറയുന്നത്, നായികയാണ് അല്ലെ. ഓക്കെ. പിന്നെന്താണ്? അസ്തമനമല്ല, അസ്തമയമാണ്. അസ്തമയം, അസ്തമയനമല്ല, അസ്തമയമാണ്. പിന്നെ എന്തൊക്കെ നമുക്ക് പറയാം? നമ്മൾ നോർമലി പറയുന്ന ഹാർദവമല്ല, എന്താണ് പറയേണ്ടത്? ഹാർദമാണ് പറയേണ്ടത്. സാമ്യത എന്ന് പറയില്ല, എന്ത് പറയും? സാമ്യം എന്ന് പറയും. അതേപോലെ ചെരുപ്പല്ല, ചെരിപ്പാണ്. പിന്നെന്താണ്? ശുപാർശയല്ല, ശിപാർശയാണ്. ശിപാർശ. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ഭക്ഷിക്കുന്നവൻ, ഭക്ഷിക്കുന്നവൻ പറയുന്നത് ഏതാണ്? ഘാതകനാണ്. ഭക്ഷിക്കുന്നവൻ എന്ന് പറയുന്നത് ഈ ഗായാണ്. ഓക്കെ. അപ്പൊ ഈ ഗാ എന്താണ്? ഈ ഘാതകൻ എന്ന് പറയുന്നത് കൊലയാളിയാണ്, കൊലയാളി. ഓക്കെ. അതേപോലെ തന്നെ ഘാതകൻ എന്ന് പറയുന്നത് ഭക്ഷിക്കുന്നവനാണ്. ഈ ഘാതകൻ ആരാണ്? ഘാതകൻ എന്ന് പറഞ്ഞാൽ കുഴിക്കുന്നവനാണ്, കുഴിക്കുന്നവൻ. അത് തിരിഞ്ഞു പോകരുതേ. ഘാതകൻ, ഈ ഗാ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊലയാളിയാണ്. ഇവിടെ ഘാതകനിൽ ഈ ദായാണെങ്കിൽ അവിടെ എന്താണ്? ഭക്ഷിക്കുന്നവനാണ്. നമ്മൾ ഭക്ഷണം എന്ന് എഴുതുന്നത് ഇങ്ങനെ തന്നെയല്ലേ, ഭക്ഷിക്കുന്നവൻ. അപ്പൊ അവിടെ ആ ദായാണെന്ന് ഓർത്തിരിക്കുക. കണ്ട, ഘാതകൻ. ഈ ഘാതകൻ എന്ന് പറയുന്നത് എന്താണ്? കുഴിക്കുന്നവനെയാണ് എന്ത് പറയുന്നത്? ഘാതകൻ എന്ന് പറയുന്നത്. തിരിഞ്ഞു പോകരുത്. അതേപോലെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് കന്ദരം. കന്ദരം, രണ്ട് കന്ദരമുണ്ട്. ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ. ഈ കന്ദരവുമുണ്ട്, ഈ കന്ദരവുമുണ്ട്. എന്താണ് ഈ കന്ദരം എന്ന് പറയുന്നത്? ഗുഹയാണ് അല്ലെ. ഈ കന്ദരം എന്ന് പറയുന്നത് എന്താണ്? കഴുത്താണ്, കഴുത്ത്. അതേപോലെ സ്ഥിരം ചോദിക്കുന്നതാണ് നാഗവും നാഗവും. നാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സ്വർഗമാണ്. നാഗം സ്വർഗമാണ്. നാഗം എന്താണ്? പാമ്പാണ്. പിരിച്ചെഴുതുക. എന്താണ് പിരിച്ചെഴുതുക എന്ന് പറയുന്നത്? വിൺ പ്ലസ് സ്ഥലമാണ് വിണ്ഡലം അല്ലെ. ഇത് ഒത്തിരി തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നതാണ്. വിൺ പ്ലസ് സ്ഥലം എന്താണ്? വിണ്ഡലമാണ്. സബ്മിഷൻ എന്നതിന്റെ പരിഭാഷ. സബ്മിഷൻ, സബ്മിറ്റ് ചെയ്യുക. നമ്മൾ എന്താണ്? പ്രൊജക്ട് സബ്മിറ്റ് ചെയ്തു. എന്താണ്? പ്രൊജക്ട് സമർപ്പിച്ചു അല്ലെ. അപ്പൊ സമർപ്പണമാണ്. സബ്മിറ്റ് എന്താണ്? സമർപ്പണമാണ്. ഓക്കെ. ഇനി നമ്മുടെ മാത്സിലേക്ക് പോകാം. മാത്സിൽ ഇതേപോലെ 10 ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ മെയിൻസിലേക്ക് വരുമ്പോൾ. പ്രിലിംസ് വരുമ്പോഴേക്കും 20 മാത്സ്, 20 ഇംഗ്ലീഷ്, 20 നമ്മുടെ 10 മലയാളവുമാണ്. 20, 20, 10 ആണ്. ഒരു രാജ്യത്തെ നിരക്ഷരരുടെ എണ്ണം 8 വർഷത്തിനുള്ളിൽ 15 ലക്ഷത്തിൽ നിന്നും 50 ലക്ഷമായി കുറഞ്ഞു. കുറയുന്നതിന്റെ ശതമാനം എന്താ പറയുന്നത്? 8 വർഷം എടുത്തു. എന്ത്? 15 ലക്ഷത്തിൽ നിന്ന്
15 ദശലക്ഷം. 15 ദശലക്ഷം എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദശം എന്ന് പറയുമ്പോൾ 10 അപ്പൊ ഇൻറ്റു 10 ചെയ്താൽ മതി. അതായത് 150 ലക്ഷത്തിൽ നിന്ന് എന്തായിട്ട് മാറി? 50 ലക്ഷമായിട്ട് കുറയുന്നതിന്റെ ശതമാനമാണ് വേണ്ടത്. അപ്പൊ നമുക്കറിയാം കുറയുന്നതിന്റെ ശതമാനം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? വ്യത്യാസം അല്ലെ? വ്യത്യാസം എന്ന് പറയുമ്പോൾ 150 നിന്ന് 50 മൈനസ് ചെയ്യണം. അത് എത്രയിലാണ് കാണിക്കേണ്ടത്? തുടക്കം എത്രയാണോ അതിന്റെ ശതമാനം കണ്ടുപിടിക്കുക. അതായത് 100/150 ഇൻറ്റു 100 എന്ന് വരും. ഓക്കെ, ഇവിടെ നമുക്കറിയാം ഇവിടെ 150 100 എന്ന് പറയുമ്പോൾ 50 എത്ര വട്ടം? 2 തവണ, ഇവിടെ 3 തവണ. അതായത് 200/3 എന്ന് വരും. 200നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? 6 3 18, ശിഷ്ടം 2 വരും, 20 വരും. 6 3 18 വരും, ശിഷ്ടം 2 വരും. ഓക്കെ, പോയിന്റ് ഇടുക, ഇവിടെ 0 ഇട്ട് കൊടുക്കുക. ഇവിടെ എത്ര വരും? ഇവിടെയും വീണ്ടും 6 3 18. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഫ്രാക്ഷൻ ആയിട്ടല്ലേ, അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരും ആൻസർ? 66. ശിഷ്ടം എന്താണോ അത് മുകളിലെടുത്ത് എഴുതുക, താഴെ എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യേണ്ടത് അതെടുത്ത് എഴുതുക. 66 2/3 എന്ന് വരും. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. പ്രതിവർഷം 5% എന്ന നിരക്കിൽ 2 വർഷത്തേക്ക് ഒരു നിശ്ചിത തുകയുടെ കൂട്ടുപലിശ 2080 ആണ്. 2 വർഷത്തേക്ക് അതേ നിരക്കിൽ ലളിതമായ പലിശ നിരക്ക് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്, ഒരേ പലിശ തന്നെയല്ലേ. അതിന്റെ കൂട്ടുപലിശയുടെ സമവാക്യം എന്ന് പറയുന്നത് ഇതാണ്: a + b + ab/100. അതായത് ഈ വർഷം 5 കൂടി അടുത്ത വർഷം 5 കൂടി, ടോട്ടൽ എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പോൾ ഇവിടെ എന്ത് വരും? 5 + 5 ഇവിടെ എത്രയാണ്? 5.5/100 എന്ന് വരും. 5.5 അല്ല, 5 × 5/100 എന്ന് പറയും. അതായത് എത്ര ശതമാനമാണ് ടോട്ടൽ കൂടിയെന്നാണ് നമ്മൾ പറയുന്നത്. 2 വർഷത്തെ കണക്കിൽ എത്ര ശതമാനം പലിശ വന്നു എന്ന് ചോദിച്ചാൽ ഇതാണ് ചെയ്യേണ്ടത്. 5 + 5 + 5 × 5, അതായത് a + b + ab/100. ഇവിടെ എത്ര വരും? 10 + 25/100 എന്ന് വരും. അതായത് 10 + 0.25. സോ ആൻസർ എത്ര വരും? 10.25 ആണ് പലിശ എന്ന് പറയുന്നത്, ശതമാനം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാകും? ഈ 10.25 ആണ് നമ്മുടെ പലിശയായ 2050 എന്ന് പറയുന്നത്. എങ്കിൽ അതേ നിരക്കിൽ അതിന്റെ ലളിതമായ പലിശ എന്നാ ചോദിച്ചിരിക്കുന്നത്. ലളിതമായ പലിശ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരേണ്ടത്? ലളിതമായ പലിശ, സാധാരണ പലിശ എന്ന് പറയുമ്പോൾ എല്ലാ വർഷവും 5 തന്നെയാണ്, അവിടെ വ്യത്യാസമൊന്നുമില്ല. സോ 5 + 5 ആണ്, അതായത് 10%. അതാണ് പലിശ. അത് എത്ര എന്നാ ചോദിച്ചിരിക്കുന്നത്? 10.25 2080 ആണെങ്കിൽ 10% എത്രയെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക, 2 ഉള്ളതിനെ മുകളിൽ എഴുതുക, 1 ഉള്ളതിനെ താഴെ എഴുതുക. ÷ 10.25. ഇവിടെ നമുക്ക് ഇൻറ്റു 100 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റ് അങ്ങ് മാറിക്കിട്ടും. അപ്പോൾ ആൻസർ എങ്ങനെ വരും? 10 × 2050 × 100 ÷ 1025 എന്ന് വരും. ഇതും കൂടി എത്രയാണ്? 2 തവണയാണ്. 1025ന്റെ ഇരട്ടിയാണ്. സോ 2 × 10 20, 20 × 100 എന്ന് പറയുന്നത് 2000 രൂപയാണ്. സോ സാധാരണ പലിശ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 2000 രൂപയാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇവിടെ നമുക്ക് എത്ര തന്നാലും, ഇപ്പൊ 3% പലിശ എന്ന് പറഞ്ഞാൽ കൂട്ടുപലിശ എത്ര ശതമാനം മൊത്തം കൂടിയെന്ന് ചോദിച്ചാൽ 3 + 3 + 9/100 എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 13 സെക്കൻഡിനുള്ളിൽ 320 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോമിലൂടെ കടന്നു പോകുന്നു. അപ്പൊ നമുക്കിവിടെ എന്തൊക്കെ മനസ്സിലായി? ട്രെയിനിന്റെ നീളം നമുക്കറിയാം. ട്രെയിനിന്റെ നീളം 200 മീറ്റർ ആണ്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? പ്ലാറ്റ്ഫോമിന്റെ നീളം എന്ന് പറയുന്നത് 320 ആണ്. അപ്പൊ നമ്മൾ ആകെ ദൂരം എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടി കൂട്ടണം, 520 മീറ്റർ വരും. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരു പോയിന്റ് ഒബ്ജക്റ്റിനെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് ഒരാളെ കടന്നു പോകാൻ, ഒരു തൂണിനെ കടന്നു പോകാൻ, അതൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നമുക്ക് അതോടെ നെഗ്ലക്ട് ചെയ്യാൻ, നമുക്ക് അതിന്റെ ആവശ്യമില്ല. പക്ഷെ ഇവിടെ ചോദിക്കുന്ന അങ്ങനെയല്ല, ഒരു പ്ലാറ്റ്ഫോം കടന്നു പോകാൻ, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു പാലം കടന്നു പോകാണെന്നൊക്കെ പറയുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ പ്ലാറ്റ്ഫോമിന്റെ അല്ലെങ്കിൽ പാലത്തിന്റെ നീളം നമ്മൾ അവിടെ കൺസിഡർ ചെയ്തിരിക്കണം. അപ്പൊ ഇവിടെ ദൂരം നമുക്ക് കിട്ടി. എന്താണ് ദൂരം എന്ന് പറയുന്നത്? 520 മീറ്റർ ആണ്. ഇനി നമുക്കറിയാം സമയം നമുക്ക് കിട്ടി. എത്രയാണ്? 13 സെക്കൻഡ് ആണ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വേഗത കണ്ടുപിടിക്കണം. സോ 520 ÷ 13 മീറ്റർ/സെക്കൻഡ് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. എന്ന് പറയുന്നത് 13 4 എത്ര? 52 എന്ന് പറയുന്നത്. സോ 40 മീറ്റർ/സെക്കൻഡ് ആണ് വേഗത എന്ന് പറയുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതൊന്നുമല്ല അല്ലെ. ഈ പ്ലാറ്റ്ഫോം 320ന്റെ പ്ലാറ്റ്ഫോമിന് പകരം എന്ത് വന്നു? അവിടെ 160ന്റെ പ്ലാറ്റ്ഫോം വന്നു. അപ്പൊ ട്രെയിനിന്റെ നീളം 160, 200 തന്നെ. പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എത്രയാണ്?
160 പ്ലാറ്റ്ഫോം. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 360. ഈ പറയുന്ന 360 മീറ്റർ നീളമുള്ള ഈ ദൂരം കവർ ചെയ്യാൻ ഈ ട്രെയിൻ എടുക്കുന്ന സമയം, ട്രെയിനിന്റെ വേഗതയ്ക്ക് അവിടെ മാറ്റമില്ല. അപ്പോൾ ഇവിടെ എന്ത് വരും? ദൂരം ബൈ വേഗത എന്നാണ് പറയേണ്ടത്. ദൂരം എത്രയാണ്? 360 ഡിവൈഡഡ് ബൈ 40 എന്ന് പറയും. വേഗത നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു അല്ലെ? 0 കട്ടായി പോകും. ഇവിടെ എത്ര വരും? 9×4=36. അതായത് 9 സെക്കൻഡ് സമയമാണ് ഈ 160 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടന്നു പോകാനായിട്ട് ആ ട്രെയിൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 9 സെക്കൻഡ് ആണ്. 7 raised to x minus 3 into 5 raised to 2x minus 8 equal to 1225 ആണെങ്കിൽ എക്സ് എത്ര? ഇവിടെ നമുക്ക് ഇതിന്റെ ഈ 25 അവസാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ട് കണ്ടുപിടിക്കാനായിട്ട്. കാര്യം നമുക്കറിയാം അത് 5 അവസാനിക്കുന്ന ഏതോ ഒരു നമ്പറാണ്. അപ്പൊ നമുക്കറിയാം 30ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 900 ആണ് അല്ലെ? ഇനി 40ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 1600 ആണ്. ഇതിന്റെ ഇടക്ക് വരുന്ന നമ്പർ ആണല്ലോ ഈ പറയുന്ന 12, 25. സോ അതെന്തായാലും അത് 35 ആയിരിക്കും. ലാസ്റ്റ് 25 വന്നാൽ 5ന്റെ സ്ക്വയർ ആയിരിക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാകും ഇത് 35ന്റെ സ്ക്വയർ ആണ് ഈ പറയുന്ന 12, 25 എന്ന് പറയുന്നത്. ഈ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി അറിയാമോ നിങ്ങൾക്ക്? 15ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? 5ന്റെ സ്ക്വയർ 25 എഴുതുക. 1 കഴിഞ്ഞ് തൊട്ടടുത്ത നമ്പർ 2 എഴുതുക. 1 × 2 2, 225 ആണ് 15ന്റെ സ്ക്വയർ. 25ന്റെ സ്ക്വയർ 5ന്റെ സ്ക്വയർ 25 അവസാനം എടുത്ത് എഴുതുക. 2 കഴിഞ്ഞ് തൊട്ടടുത്ത നമ്പർ എത്രയാണ്? 3. 2 × 3 എത്രയാണ്? 6 ആണ്. 625. 45ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞ എന്ത് ചെയ്യണം? 5ന്റെ സ്ക്വയർ എഴുതുക. 25. 4 കഴിഞ്ഞ് തൊട്ടടുത്ത നമ്പർ 5 ആണ്. 5 × 4 20 ആണ്. 20, 25 ആണ് 45ന്റെ സ്ക്വയർ. അപ്പൊ അതേപോലെ ആണെങ്കിൽ ഇവിടെ നോക്കിക്കേ, 35ന്റെ സ്ക്വയർ എന്ന് പറയുന്ന 5ന്റെ സ്ക്വയർ 25. 3 കഴിഞ്ഞ് തൊട്ടടുത്ത നമ്പർ 4 ആണ്. 4 × 3 എത്രയാണ്? 12 ആണ്. ഉണ്ടോ? അപ്പൊ നമുക്കിവിടെ എന്ത് ചെയ്യാം? ഇതിനെ 7 raised to x minus 3 into 5 raised to 2x minus 8 എന്ന് പറയുന്നതിനെ 1225 പകരം നമുക്ക് എന്ത് എഴുതാം? 35 സ്ക്വയർ എന്ന് എഴുതാം. ഈ 35 സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? 7 × 5 35 ആണ് അതിന്റെ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ ഇവിടെ എന്ത് വരും? ഇതിനെ 7ന്റെ സ്ക്വയർ × 5ന്റെ സ്ക്വയർ എന്ന് വരും. ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? 7 raised to x minus 3 into 5 raised to 2x minus 8 എന്ന് വന്നു. ഇവിടെ എന്താ? ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിന്റെയും ബേസ് ഈക്വൽ ആണ്. സോ നമുക്ക് പവേഴ്സിനെ ഇക്വേറ്റ് ചെയ്യാം. സോ ഇവിടെ എന്ത് വരും? ഇവിടെ x minus 3 എന്ന് പറയുന്നത് ഇത് ഇവിടുത്തെ സ്ക്വയർ ആയ 2നോട് ഈക്വൽ ആണെന്ന്. 2. ഇവിടെ എന്ത് വരും? എക്സ് എന്ന് പറയുന്നത് 2 + 3, അതായത് 5 എന്ന് വരും എക്സിന്റെ വാല്യൂ. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 2x minus 8 എന്ന് പറയുന്നത് നമുക്ക് എന്താവണം? 2 ആകണം അല്ലെ? അപ്പൊ നമുക്ക് 2 × 5 - 8, 2 × 5 10 ആണ്. 10ൽ നിന്ന് 8 കുറയ്ക്കുമ്പോൾ 2 വരും. ഓപ്ഷൻ കണ്ട കറക്റ്റ് ആണ്, 2 തന്നെ കിട്ടി. അപ്പൊ ഇവിടെ എന്താണ്? 5 തന്നെയാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 552 തുക നൽകാൻ 2, 10, 18 എന്നതിന്റെ എത്ര ശ്രേണി എണ്ണം എടുക്കണം? ഇത് ഇത്രയേ ഉള്ളൂ പറഞ്ഞിരിക്കുന്നത്. 2, 10, 18 എന്ന സമാന്തര ശ്രേണിയുടെ തുക 552 ആകാൻ എത്ര നമ്പർ എടുക്കണമെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം എ എന്ന് പറയുന്നത് ആദ്യ പദം 2 ആണെന്നറിയാം. പൊതുവ്യത്യാസം എത്രയാണ്? 8 ആണെന്ന് മനസ്സിലായി. തമ്മിൽ കുറച്ച് നോക്കിയാൽ മതി അല്ലെ? പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറച്ചാൽ മതി. സോ ഇവിടെ 10 - 2 എന്ന് വരും, അതായത് 8 എന്ന് വരും. ഇനി n നമുക്കറിയില്ല, n ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ സമ്മ് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? 552 ആണെന്ന്. എന്താണ് സമാന്തര ശ്രേണിയുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? Sn എന്ന് പറയുന്നത് n/2 × 2a + n - 1 × d ആണ് സമാന്തര ശ്രേണിയുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇവിടെ നമുക്ക് ഇതറിയാം, 552 ആണ്. n അറിയില്ല. n/2 × 2 × a എന്ന് പറയുന്നത് 2 ആണ്, പ്ലസ് n - 1 × d എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. 552 = n - 2 × 4a പ്ലസ് ഇവിടെ എത്ര വരും? 8n - 8 എന്ന് വരും. ഓക്കെ ആണല്ലോ? ജസ്റ്റ് 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നെക്സ്റ്റ് എന്ത് വരും? 552 = n/2 × ഇവിടെ എത്ര വരും? 4ൽ നിന്ന് 8 കുറയ്ക്കുമ്പോൾ -4 എന്ന് വരും, അതായത് 8n - 4 എന്ന് വരും.
ഇത്രയും വെച്ച് നമുക്ക് നിർത്താം. എന്നിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ? ഡയറക്റ്റ് നമ്മുടെ ഇക്വേഷനിലേക്ക്, നമ്മുടെ ഓപ്ഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതിന് നമ്മൾ ഇവിടെ n സ്ക്വയർ ആക്കി 8n² - 4n ഇവിടെ 1000 അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ നല്ലത്. എളുപ്പം ഇതാണ്. നമുക്ക് n എന്ത് ചെയ്യുക? ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. n 10 ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ എത്ര വരും? 10/2 ഇൻറ്റു ഇവിടെ എത്ര വരും? 8 ഇൻറ്റു 10 - 4 എന്ന് വരും. 10/2 എന്ന് പറയുന്ന 5 ആണ്. 8 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 80 - 4 എന്ന് വരും. 5 ഇൻറ്റു 76 എന്ന് വരും. 7×5 35 ആണ് വരുന്നത്. അപ്പൊ ഇതെന്തായാലും ആയിരിക്കില്ല അല്ലെ? 7×5 35 അല്ലേ, പിന്നെ 6×5 30. അപ്പൊ അത്രയും വരില്ല. നെക്സ്റ്റ് നമുക്ക് നോക്കാം. എന്നിന് നമുക്ക് എന്ത് കൊടുക്കാം? 12 ഇട്ട് കൊടുക്കാം. 12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴും നമുക്ക് നോക്കാം ഇവിടെ എന്ത് വരുമെന്ന്. 12/2 ഇൻറ്റു 8 ഇൻറ്റു 12 - 4 എന്ന് വരും. 12/2 എന്ന് പറയുന്ന 6 ആണ്. 8 ഇൻറ്റു 12 എന്ന് പറയുന്നത് 96 - 4 ആണ്. 6 ഇൻറ്റു 92 ആണ്. 6 ഇൻറ്റു 92 എന്ന് പറയുമ്പോൾ എത്ര വരും? 6 2 12, 9 6 54, 54 1 55, 552. ദേ ആൻസർ കിടക്കുന്നു. അപ്പൊ എന്നിന്റെ വാല്യൂ എത്രയായിരിക്കണം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? 12 ആണ്. സോ ഓപ്ഷൻ ബി 12 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ചോദ്യചിഹ്നത്തെ മാറ്റി സ്ഥാപിക്കുന്ന ബദൽ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഫുള്ള് EXGS തന്നിട്ടുണ്ട്. FULL എന്താ തന്നിരിക്കുന്നത്? EXGS തന്നു. എഫിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? -1 കുറച്ചു അല്ലെ? അപ്പൊ ഇവിടെ എന്ത് കിട്ടി? നമുക്ക് ഇ കിട്ടി. യുവിനോട് നമ്മൾ +3 ചെയ്യുമ്പോഴാണ് എക്സ് കിട്ടുന്നത്. UVWX അല്ലെ? എല്ലിനോട് നമുക്ക് എന്താണ്? നമ്മൾ -5 ചെയ്യുമ്പോഴാണ് നമുക്ക് ജി കിട്ടുന്നത്. ഓക്കെ, ഇതിന് നിങ്ങൾ എല്ലാത്തിനും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ പുറകിൽ ABCD നമ്പർ അങ്ങ് എഴുതി വെച്ചേക്കുക. 1 2 3 4 5. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാകാം, അത് എഴുതി നമ്മുടെ സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി നമ്മളൊന്ന് റിലാക്സ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, എൽ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? +7 ചെയ്യുമ്പോഴാണ് LMNOPQRS +7 ചെയ്യുമ്പോഴാണ് എസ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമ്മുടെ ഓഡ് നമ്പേഴ്സാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ടയർ ചെയ്യുക. ഇവിടെ -1 ചെയ്യുമ്പോൾ ഇവിടെ എസ് കിട്ടും. ഇവിടെ +3 ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? എല് കിട്ടും. ഓക്കെ, ഇവിടെ എന്താണ്? -5 ചെയ്യുമ്പോൾ ഇവിടെ ഇസഡ് കിട്ടും. ഇവിടെ +7 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ വൈ കിട്ടും. സോ SLZY ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. 1984 സെപ്റ്റംബർ 20-നാണ് വ്യാഴാഴ്ച വരുന്നതെങ്കിൽ 1984 എന്ന് പറയുന്നത് സെപ്റ്റംബർ 20. അത് വ്യാഴമാണെങ്കിൽ ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 1992 സെപ്റ്റംബർ 20 ഏത് ദിവസം എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം ഒരേ ദിവസങ്ങളാണ് നമുക്ക് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ കണ്ടുപിടിക്കാനായിട്ട് അവിടെ ലീപ്പ് ഇയർ വരുന്നില്ല എങ്കിൽ എത്ര വർഷത്തെ ഗ്യാപ്പ് ഉണ്ടോ അതങ്ങ് ആഡ് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ 84 മുതൽ 92 വരെ നമുക്ക് എത്ര വർഷം വരുന്നുണ്ട്? 8 വർഷം വരും അല്ലെ? 84, 85, 86, 87 വരും, 88 വരും, 90 വരും, 91 വരും, 92 വരും. ഇങ്ങനെ 8 വർഷമാണ് നമുക്ക് അതിന്റെ ഗ്യാപ്പിൽ വരുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിന് ഓരോന്നിനെയും നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം അല്ലെ? ഇവിടെ നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കറിയാം അത് 4 കൊണ്ട് പോകില്ല എന്നറിയാം. ഇനി നോക്കിക്കേ, 86-നെ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാമല്ലോ. 86-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് എത്ര കിട്ടും ആൻസർ? അതും ഏകദേശം പോയിന്റ് വരും. നമുക്ക് അതും നോക്കണ്ട, ലീപ്പ് ഇയർ ആണോ അല്ലെങ്കിൽ നമുക്ക് നോക്കാനാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ത് ചെയ്യണം? 87 ആണ് പറഞ്ഞിരിക്കുന്നത്. അതിനെയും നമുക്കറിയാം അത് എന്തായാലും വരില്ല. 88-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 22 എന്ന് കിട്ടും. അപ്പൊ ഇതൊരു ലീപ്പ് ഇയർ ആണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ എന്താണ് വരേണ്ടത്? 90. പിന്നെ നമുക്ക് അടുത്ത 2 നോക്കണ്ട. പിന്നെ നമുക്ക് അടുത്ത 3-മത്തെ നോക്കുമ്പോൾ എന്ത് വരും? 92/4 എന്ന് പറയുമ്പോഴേക്കും 23 വരും. വീണ്ടും നമ്മുടെ 4-മത്തെ വർഷം 88, 89 അതാണ് 4-മത്തെ വർഷമാണല്ലോ വരേണ്ടത്. അപ്പൊ 89, 90, 90, 92. അപ്പൊ ഇതും എന്താണ്? ലീപ്പ് ഇയർ ആണ്. അപ്പൊ നമുക്കിവിടെ 8 വർഷത്തില് നമുക്ക് 6 സാധാരണ വർഷവും 2 ലീപ്പ് ഇയറും നമുക്ക് വരും. കാര്യം ഇവിടെ 92 സെപ്റ്റംബർ 20-ന് പകരം ഫെബ്രുവരി 10 ആണ് തന്നിരിക്കുന്നെങ്കിൽ നമ്മൾ ഈ 92-നെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല അവിടെ ലീപ്പ് ഇയർ ആയിട്ട്. കാര്യം അവിടെ 92 ഫെബ്രുവരി 29 കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങൾ എടുത്താൽ മാത്രമേ നമ്മൾ അതിന് ലീപ്പ് ഇയർ ആയിട്ട് കരുതേണ്ട കാര്യമുള്ളൂ. അപ്പൊ ഇവിടെ എന്താണ്? അത് ലീപ്പ് ഇയർ ആയിട്ട് നമുക്ക് എടുക്കണം. അപ്പൊ ഇവിടെ സെപ്റ്റംബർ ആണ് പറഞ്ഞിരിക്കുന്നത്, ലീപ്പ് ഇയർ എടുക്കണം. അപ്പൊ മൊത്തം 8 വർഷത്തില് 6 സാധാരണ വർഷവും 2 അതിവർഷവും ഉണ്ട്, ലീപ്പ് ഇയറും ഉണ്ട്. ഇനി ഇങ്ങനത്തെ ഒരേ ദിവസമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ സാധാരണ വർഷമാണെങ്കിൽ എത്ര വർഷമുണ്ടോ അതങ്ങ് കൂട്ടണം. ലീപ്പ് ഇയർ ആണെങ്കിൽ 2 ആണ് കൂട്ടേണ്ടത്.
അപ്പോൾ ഒരു ലീപ്പ് ഇയറിന് നമ്മൾ 2+2 ചെയ്യണം. അപ്പോൾ 2 ലീപ്പ് ഇയർ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? +4 ചെയ്യണം. അതായത് ഈ തന്നിരിക്കുന്ന വ്യാഴത്തോട് നമ്മൾ ആദ്യം 6 കൂട്ടണം. പിന്നെ എന്ത് കൂട്ടണം? ഈ 2 ലീപ്പ് ഇയറിന് പകരം 4 ഓഡ് നമ്പേഴ്സ് കൂട്ടേണ്ടത്. 4 കൂട്ടണം. അതായത് വ്യാഴം +10 എന്ന് വരും. 10നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം 3 റിമൈൻഡർ വരും അല്ലേ? അപ്പൊ എന്ത് ചെയ്താൽ മതി? വ്യാഴം +3 ചെയ്താൽ മതി. റിമൈൻഡർ എത്രയാണ് അത് കൂട്ടിയാൽ മതി. വ്യാഴത്തോട് 3 കൂട്ടുമ്പോൾ നമുക്കറിയാം വെള്ളി, ശനി, ഞായർ. സോ ഓപ്ഷൻ എ ഞായറാഴ്ചയാണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. XYZ എന്നിവർ സഹോദരിമാരാണ്. ആരൊക്കെയാണ്? എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ് ഉണ്ട്. ഇവര് സഹോദരിമാരാണ്. ഓക്കെ. വൈ ആണ് വിയുടെ സഹോദരൻ. സോറി, വൈ അല്ല, ഡബ്ല്യു ആണ് വിയുടെ സഹോദരൻ. ഇവർ രണ്ടുപേരും ബ്രദേഴ്സ് ആണ്. വി എന്ന് പറയുന്നത് വൈയുടെ മകളാണ്. ഇത് ഇവരുടെ മകളാണ്. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താണ്? എങ്കിൽ എക്സ് വൈയുമായി എന്ത് ബന്ധപ്പെട്ടിരിക്കുന്നു? അതായത് 3 ചേട്ടത്തി അനിയത്തിമാരാണ് അല്ലെ, ചേച്ചി അനിയത്തിമാരാണ് എക്സും വൈ ഇസഡും. വൈയുടെ മക്കളാണ് ഈ പറയുന്ന ഡബ്ല്യുവും വിയും. അപ്പൊ ഡബ്ല്യുവും എക്സും തമ്മിൽ എന്തായിരിക്കും? അമ്മയുടെ ചേച്ചി അല്ലെങ്കിൽ അമ്മയുടെ അനിയത്തി എന്നുള്ള ബന്ധമല്ലേ? അപ്പൊ ഇവിടെ ഏതാണ്? അത് അമ്മായി എന്നുള്ള റിലേഷൻ ആണ്. ഓക്കെ. ഇത് ശരിക്കും അമ്മായി എന്ന് മലയാളത്തിൽ വരുമ്പോഴാണ് നമ്മൾ ശരിക്കും അമ്മയുടെ ചേച്ചിമാരെ അമ്മായി എന്നാണോ പറയുന്നത്? എനിക്കറിയില്ല. ഓക്കെ. അപ്പൊ എന്തായാലും ഇവിടെ ബാക്കിയൊന്നും ആൻസർ ആയിട്ട് വരില്ല. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ്. അനു വടക്കോട്ട് 30 മീറ്റർ നടന്നു. തെക്കും വടക്കൊക്കെ നമുക്ക് ആദ്യം വരച്ചു വെക്കാം. ഓക്കെ. ഇത് നോർത്ത് ആണ്, ഇത് സൗത്ത് ആണ്, ഇത് ഈസ്റ്റ് ആണ്, ഇത് വെസ്റ്റ് ആണ്. അനു വടക്കോട്ട്, അനു ഇവിടെ നിന്നിട്ട് നേരെ വടക്കോട്ട് എത്ര പോയി? 30 മീറ്റർ പോയി. ഓക്കെ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? വീണ്ടും വലത്തോട്ട്. ഇനി വലതെന്ന് പറയുമ്പോൾ നമ്മൾ ക്ലോക്ക് വൈസ് ഓർത്താൽ മതി. ക്ലോക്ക് ഇങ്ങനെയൊക്കെ, ക്ലോക്ക് ഇങ്ങോട്ടേക്കായിരിക്കും. വലത്തോട്ട് 40 മീറ്റർ നടന്നു. വീണ്ടും വലത്തോട്ട് താഴേക്ക് എത്രയാണ്? 55 മീറ്റർ നടന്നു. ഇവിടെ ഒരു 30 ഉണ്ട്, അത് ഓർമ്മ വേണേ. 55 മീറ്റർ നടന്നു. ബാക്കിയോട് 25 ഉണ്ട്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? എന്നിട്ട് അവൾ ഇടത്തോട്ട്, ഇടത്തെന്ന് പറയുമ്പോൾ ക്ലോക്ക് ആണെങ്കിൽ ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ക്ലോക്ക് വൈസ് വലത്തോട്ടെന്ന് പറയുമ്പോൾ, ഇടത്തോട്ടെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട്. ഇടത്തോട്ടേക്ക് എത്ര നടന്നു? 25 മീറ്റർ നടന്നു. എന്നിട്ട് വീണ്ടും ഇടത്തോട്ട്, ഇടത്തോട്ടെന്ന് പറയുമ്പോൾ ഇവിടം വരെ അല്ല, 25 മീറ്റർ നടന്നു. അല്ല, ഇത് 25ആണ്. അപ്പൊ ഇവിടം വരെ നടന്നു. എങ്കിൽ പ്രാരംഭ സ്ഥാനത്ത് നിന്ന് എത്ര അകലെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. പ്രാരംഭ സ്ഥാനം എന്ന് പറയുമ്പോൾ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എത്രയാണ്? ഇത് ഓൾറെഡി ഒരു 40 ഉണ്ട്, ഇവിടെ 25 ഉണ്ട്. സോ 65 മീറ്റർ ആണ്. 65 മീറ്റർ എവിടെ? ഇതാണ് സ്ഥാനം, ഇങ്ങോട്ടേക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് നോർത്ത് ആണ് അല്ലെ? ഇവിടെ ഇതല്ലേ പോയിന്റ്? ഈ ഒരു പോയിന്റിൽ നമ്മൾ തുടങ്ങിയത്. അപ്പൊ അതിന്റെ ഇങ്ങോട്ടേക്ക് എന്ന് പറയുമ്പോൾ ഏതാണ്? കിഴക്കാണ്. സോ 65 മീറ്റർ കിഴക്കാണ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. 12 മണിക്കൂർ ക്ലോക്കിന്റെ കണ്ണാടിയിലെ പ്രതിബിംബം 1:45 കാണിക്കുന്നുവെങ്കിൽ യഥാർത്ഥ സമയം 12 മണിക്കൂർ എന്ന് പറയുമ്പോൾ 1:45 അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? 11:60 നിന്നാണ് കുറയ്ക്കേണ്ടത്. 12 കഴിഞ്ഞുള്ള സമയമാണെങ്കിൽ എന്ത് ചെയ്യണം? 23:60 നിന്ന് കുറക്കണം. അപ്പൊ 60 നിന്ന് കുറയ്ക്കുമ്പോൾ ഇവിടെ എത്ര വരും? ഇവിടെ 15 വരും. 11 നിന്ന് കുറയ്ക്കുമ്പോൾ ഇവിടെ 10 വരും. 10:15 കണ്ണാടിയിലെ പ്രതിബിംബം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. 30 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നല്ല രീതിക്ക് പഠിക്കുക. ഡെയിലി ബൂസ്റ്റർ മാക്സിമം നന്നായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ എക്സാംസിനായിക്കോട്ടെ, ഏതൊരു 10th ലെവൽ LGSന് വേണ്ടി നമുക്ക് മാത്സ് മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷും മലയാളം ഇല്ല. ബാക്കി എല്ലാ PSC എക്സാംസിനും നമുക്ക് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷനാണ്. നല്ല രീതിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്